ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവികമായ വചനപ്രഘോഷണം പോലുള്ള ആത്മീയ ശുശ്രൂഷകൾക്ക് നമ്മളുടെ വരുമാനം നൽകണമോ, അതോ പാവങ്ങളായ സാധാരണക്കാരായ വിഷമിക്കുന്നവരെ സഹായിക്കുവാൻ വേണ്ടി മാത്രമായി നമ്മുടെ വരുമാനം മാറ്റിവെക്കണം? ആർക്കാണ് ഈ ചോദ്യം വരാൻ സാധ്യത? ആരുടെ മുൻപിലേക്കാണ്? പാവങ്ങളെ സഹായിക്കുകയും അതേസമയം തന്നെ ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി സമ്പത്ത് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ആളുകളുടെ അടുത്തായിരിക്കാം ഈ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാൻ സാധ്യത. കാരണം ദൈവിക ശുശ്രൂഷകൾക്ക് വേണ്ടി മാത്രമായി പണം ചെലവഴിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. അവരെപ്പോഴും പാവങ്ങളെയും സഹായിക്കും, ദൈവിക ശുശ്രൂഷകളെയും സഹായിക്കും. ഇതാണ് ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത്. ദൈവത്തിന് മാത്രം തൻ്റെ വരുമാനം ദൈവികമായ ശുശ്രൂഷകൾക്കും വചനപ്രഘോഷണത്തിനും മാത്രമായി പൈസ മാറ്റിവെക്കാൻ ഒരാൾക്ക് ഒരിക്കലും ബോധ്യം ലഭിക്കുകയില്ല. ആ ബോധ്യം അയാൾക്ക് ലഭിക്കണമെങ്കിൽ അയാൾ അസാധാരണമായി ബൈബിളിനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് പാവങ്ങളെ സഹായിക്കാതിരിക്കാനാവുകയില്ല. അപ്പോൾ പാവങ്ങളെ മാത്രം സഹായിക്കുകയും എന്നാൽ ദൈവിക ശുശ്രൂഷയ്ക്ക് പണമൊന്നും നൽകാതിരിക്കുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ ദൈവിക ശുശ്രൂഷകൾക്ക് പണം നൽകുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുമില്ല. എല്ലായിടത്തും ദൈവിക ശുശ്രൂഷയെയും പാവങ്ങളെ സഹായിക്കലിനെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഉള്ളത്. ഇനി ദൈവിക ശുശ്രൂഷയ്ക്ക് പണം നൽകുന്നവർ അത് നിർത്തി ഇനി പാവങ്ങളെ മാത്രം സഹായിക്കുക എന്നതാണോ? അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതാണ് ദൈവത്തിന് ഇഷ്ടമാണോ എന്നതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായി സമാനമായ ഒരു ചോദ്യം ബൈബിളിൽ ഉയർന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ? ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വില കൂടിയ തൈലങ്ങൾ ഒരു പെൺകുട്ടി ഈശോയുടെ പാദത്തിൽ അർപ്പിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുകയാണ്, ഞാനിത് ഈശോയ്ക്ക് കൊടുക്കുകയാണ്. ഈശോ ഏതൊരു പാപിക്കും ഇവിടെ വരാം, ഇത്ര വലിയ സ്വാതന്ത്ര്യമാണ് പാപിക്കുള്ളത്. അവളുടെ പ്രവൃത്തിയിലൂടെ അതൊക്കെയാണ് നമുക്ക് ആ സമയത്ത് മനസ്സിലാവുന്നത്. അവളങ്ങനെ കണ്ണുനീര് കൊണ്ട് കരഞ്ഞ് സുഗന്ധ തൈലം കൊണ്ട് പൂശി ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഈ ചോദ്യം ചോദിച്ചു. ആരാണത്? യൂദാസ്. അവനത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവനത് ചോദിച്ചിട്ട് എന്താണ് പറയുന്നത്? ഈ പണം പാവങ്ങൾക്ക് കൊടുത്താൽ പോരെ, എന്തിനാണ് ഇതിനൊക്കെ ചെലവഴിക്കുന്നത്? ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അവനിൽ പ്രവർത്തിച്ച അതേ ഒരു ശക്തി തന്നെയാണ് നമ്മളുടെ ആ ചോദ്യം ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആ ചോദ്യം കൊണ്ടുവരുന്നത്. അത് നമ്മൾ വീണ്ടും വിചാരമില്ലാതെ മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരും ഈ ആത്മാവിൻ്റെ ചോദ്യം കേൾക്കാനിട വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇരുന്ന് ചിന്തിക്കണം. അപ്പോൾ ഈ ചോദ്യം വരുന്നത് സ്വാഭാവികമാണ്. കാരണം ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ആ ചോദ്യം വരുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ് നമുക്ക് കാണുന്നത്. എന്തുകൊണ്ടാണ് യേശു അത് പറഞ്ഞ യൂദാസിനെ ശാസിച്ചത്? കാരണം യൂദാസ് പറഞ്ഞത് വളരെ ന്യായമല്ലേ? എന്നിട്ടും യേശു ശാസിച്ചു. അപ്പോൾ യേശുവിന് കൊടുക്കാനുള്ളത് യേശുവിനും, പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത് പാപത്തിനും എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങൾ ശ്രദ്ധിക്കണം, തനിക്കുള്ളത് മുഴുവൻ ദേവാലയത്തിലിട്ടൊരു വിധവയെ യേശു ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഞാൻ ശരിക്കും വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും, എന്ത് പരിപാടിയാണ് കർത്താവെ കാണിച്ചത്? കാരണം ആ ദേവാലയത്തിൽ മുഴുവൻ അഴിമതിയാണെന്ന് നിനക്കറിയാം. അവിടെ കൊണ്ട് പൈസ ഇട്ട സ്ത്രീയോട് നിങ്ങൾ എന്തിനാണ് ഇവിടെ കൊണ്ട് പൈസ ഇട്ട് വല്ല പാവങ്ങൾക്കും കൊടുത്തുവിടെന്ന് ചോദിച്ചാൽ പോരായിരുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈശോ അത് എന്തുകൊണ്ട് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു, പാവങ്ങൾക്ക് വേണ്ടി മാത്രം പൈസ കൊടുക്കുന്ന സ്വഭാവമുള്ള ദൈവവിശ്വാസം ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. ഇത് ഞാൻ പങ്കുവയ്ക്കുന്നത് അവരോടൊന്നും അല്ല. ഞാൻ പങ്കുവയ്ക്കുന്നത് രണ്ടും ചെയ്യുന്ന ആൾക്കാരോടാണ്. എന്തുകൊണ്ട് ദൈവത്തിന് കൊടുക്കണം? ഈശോ എന്തുകൊണ്ട് അവരോട് അത് പറഞ്ഞില്ല? നിങ്ങൾ എന്തിനാ ഈ പൈസ ഇവിടെ കൊണ്ടുവന്ന് മുഴുവൻ ഇട്ടത് എന്ന് ഈശോ പറഞ്ഞില്ല. അത് ദൈവത്തിന് കൊടുത്തതായി തന്നെയാണ് ഈശോ വിലയിരുത്തിയത്. എന്താണ് അതിൻ്റെ കാരണം? ഈശോ അപ്പോൾ അതിനെ എതിർത്താൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നമ്മളെല്ലാവരും പ്രസംഗിക്കാൻ തുടങ്ങും, ദൈവിക ശുശ്രൂഷകൾക്കൊന്നും ആരും ഒന്നും കൊടുക്കേണ്ട, പാവങ്ങൾക്ക് കൊടുത്താൽ മതി എന്ന് പ്രസംഗിക്കാൻ തുടങ്ങും. എന്നാൽ അവളോ വെറും പാവപ്പെട്ടവളായിരിക്കും. അവൾക്കുള്ളത് മുഴുവൻ ദേവാലയത്തിൽ കൊണ്ടുവന്നു. അവൾ വീണ്ടും ദരിദ്രയായി തീർന്നിട്ടും കർത്താവ് അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്, അമ്മച്ചിയെ. അങ്ങനെയല്ലേ കാണുന്നത്? അപ്പം അതിലെന്തൊക്കെയോ കാര്യമുണ്ട്. എന്താണ് ആ കാര്യം? അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ നിങ്ങളോട് പറയട്ടെ. പോട്ട എന്ന് പറയുന്ന ധ്യാന കേന്ദ്രം വരികയും അനേക സാമ്പത്തികമായൊക്കെ, അവിടുത്തെ അച്ഛന്മാർക്ക് സ്വന്തമായി പൈസ ഒന്നും ഇല്ലല്ലോ, എല്ലാവരും നമ്മളൊക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ചു. നമ്മുടെ പൂർവികർ, പണ്ടുണ്ടായിരുന്ന ആളുകൾ പ്രോത്സാഹിപ്പിച്ചു. അന്ന് മനസാന്തരപ്പെട്ട, അന്ന് ഇങ്ങനെ കരിസ്മാറ്റിക് നവീകരണങ്ങളൊക്കെ വന്ന് മനസാന്തരപ്പെടുകയും വളരുകയും ചെയ്ത കരിസ്മാറ്റിക് നവീകരണ രംഗത്ത് വചനപ്രഘോഷണത്തിനൊക്കെ ആളുകൾ അകമഴിഞ്ഞ് സംഭാവന ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് മനസാന്തരപ്പെട്ട ഒരാളാണ് ഇറച്ചി ആൽവിൻ. അന്ന് ഈ പ്രഘോഷണങ്ങൾക്കൊന്നും കൊടുക്കാതെ ആളുകൾ തൊട്ടടുത്തുള്ള പാവങ്ങളെ മാത്രം സഹായിച്ചിരുന്നുവെങ്കിൽ ഇറച്ചി ആൽവിനിലൂടെ സംഭവിക്കുന്ന മഹത്തായ ഒരു കാര്യം, അനേകം മാനസിക രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു കാര്യം, അത് സംഭവിക്കുമായിരുന്നില്ല.
അപ്പോൾ അത് സംഭവിക്കാൻ കാരണമായത് എവിടെയാണ്? വചനപ്രഘോഷണം കേട്ട ഇറച്ചിയാൽബിന് മാനസാന്തരമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മറ്റു ശക്തികൾ അദ്ദേഹം ഉപേക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവുകളെല്ലാം അദ്ദേഹം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ, പാവങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനെ സഹായിച്ചവരെല്ലാം ഈ മനുഷ്യനിലൂടെ സഹായം കിട്ടുന്ന എല്ലാവരുടെയും അവരനുഭവിക്കുന്ന നന്മകൾക്ക് കാരണമായി തീർന്നു എന്ന് നമ്മൾ പറയേണ്ടി വരും. ശരിയല്ലേ? നമുക്കറിയാം, കോട്ടയത്ത് ഒരു തോമസ് ചേട്ടനുണ്ട്. ഈ തോമസ് ചേട്ടൻ വചനപ്രഘോഷണം കേട്ടാണ് അനേകരെ സഹായിക്കുവാൻ തുടങ്ങിയത്, അല്ലേ? ധാരാളം പേര് ഈ നമ്മുടെ കേരളത്തിൽ എത്രയോ ശുശ്രൂഷകരുണ്ട്. അവരെല്ലാം വചനപ്രഘോഷണം കേട്ട് ആ വചനപ്രഘോഷണത്തിലൂടെ മറ്റുള്ളവരെ സഹായിക്കുന്ന മനസ്സുള്ളവരായി മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇത്രയും മനോഹരമായ ഈ കാഴ്ച കേരളത്തിൽ നമ്മൾ കാണുമ്പോൾ ഇവരെയൊക്കെ ശുശ്രൂഷകരാക്കി മാറ്റിയ, മറ്റുള്ളവരെ സഹായിക്കാൻ പ്രാപ്തരാക്കി മാറ്റിയ കാര്യങ്ങൾ നടക്കണം എന്ന് നമ്മൾ പറയത്തില്ലേ? പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് അതാണ് ഒരിക്കൽ ഞാനൊരു കഥ പറയാം. ഒരു ദേവാലയത്തിൻ്റെ മുൻപിൽ ഒരു അപ്പനും കുഞ്ഞും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വിഷാംദേഹിയായ ഒരാളിരുന്ന് കൈ നീട്ടുന്നു. അപ്പോൾ അപ്പനൊരു 1 രൂപ കൊടുത്തു. അപ്പോൾ ഈ മോൻ പറഞ്ഞു, അമ്മ അപ്പോൾ 1 രൂപയൊന്നും കൊടുക്കണ്ട, നമുക്ക് കുറച്ചുകൂടെ പൈസ കൊടുക്കാം. അപ്പോൾ എത്ര രൂപ കൊടുക്കണം? നമുക്ക് കൊടുക്കാം അപ്പച്ച, എനിക്കിന്ന് വാങ്ങിക്കാൻ പോകുന്ന ഉടുപ്പ് പൈസ കുറച്ച് മതി, അതുകൊണ്ട് നമുക്കൊരു 100 രൂപ ഇയാൾക്ക് കൊടുക്കാം, ഈ ചേട്ടൻ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വളരെ സന്തോഷപ്പെട്ടു. എന്നിട്ട് അച്ഛൻ ചോദിച്ചു, നിന്നോട് ഇത് ആരാ പറഞ്ഞത് ഇയാളെ ഇങ്ങനെയൊക്കെ സഹായിക്കണമെന്ന്, ഇങ്ങനെയുള്ളവരെ? അപ്പോൾ പറഞ്ഞു, എന്നെ സൺഡേ സ്കൂളിലെ ടീച്ചർ പഠിപ്പിച്ചു, നമ്മൾ ഇങ്ങനെയുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മൾ ഈശോയെയാണ് സഹായിക്കുന്നത്. അപ്പോൾ ദേവാലയത്തിലാണ്, പള്ളിയിലെ ടീച്ചറാണ് പഠിപ്പിച്ചത്. അച്ഛൻ പലതവണ പറയുന്നത് ഞാൻ കേട്ടു, പ്രഘോഷണങ്ങൾ പറയുന്നത് കേട്ടു. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, 2 100 രൂപ നോട്ട് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഈ 100 രൂപ നോട്ട് നീ ആ ചേട്ടന് കൊടുക്കണം, മറ്റേ 100 രൂപ നോട്ട് നീ ദേവാലയ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം, മറ്റേ അമ്മച്ചിയെ പോലെ, ഈശോ പ്രശംസിച്ച അമ്മച്ചിയെ പോലെ. അപ്പോൾ ഈ കുഞ്ഞ് ചോദിച്ചു, എന്തിനാണ് അച്ഛാ ഈ 200-ഉം ഈ 100-ഉം രണ്ടും കൂടെ ഈ ചേട്ടന് കൊടുത്താൽ പോരെ, മറ്റേ 100 എന്തിനാ പള്ളിയിലിടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചേട്ടൻ മറുപടി പറഞ്ഞു, മോനെ, ഈ ചേട്ടനെ 100 രൂപ കൊടുത്ത് സഹായിക്കണം എന്ന് നിന്നെ പഠിപ്പിച്ച ഈ പള്ളി ഇനിയും ഇവിടെ നിലനിൽക്കണം. ഈ പള്ളിയിലെ ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഇനിയും ഇവിടെ ഉണ്ടാകണം. അപ്പോൾ നിന്നെപ്പോലത്തെ 100 കണക്കിന് 1000 മനുഷ്യർ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഈ ലോകത്തുണ്ടാകും. അവരെല്ലാം ഇറങ്ങി വരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ ഇവിടെ 100 രൂപ കൊടുക്കുമ്പോൾ അവിടെയും കൊടുക്കണം. കാര്യം എന്നാൽ നിന്നെപ്പോലുള്ള അനേകരുണ്ടാകും. മാത്രമല്ല, നീ ഇനി സഹായിക്കുന്നതിനെല്ലാം കാരണം, നീ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ സഹായിക്കും, അതിൻ്റെ എല്ലാം കാരണം ഈ പള്ളിയിൽ നടന്ന പ്രഘോഷണമാണ്. അതുപോലെ ഇന്ന് മാധ്യമങ്ങളിലൂടെ നടക്കുന്ന പ്രഘോഷണങ്ങൾ, അല്ലേ? അതുകൊണ്ടാണ് TV അതുപോലുള്ള മാധ്യമങ്ങളൊക്കെ നടക്കുന്നത്. ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ നടക്കുന്ന പ്രഘോഷണങ്ങളിലൂടെ എത്രയോ പേരാണ് ദൈവത്തിൻ്റെ സാന്ത്വനം അറിയുന്നത്, പ്രോത്സാഹിതരാകുന്നത്, വചനപ്രഘോഷണം കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. ഇതൊക്കെ എല്ലാവരിലും സംഭവിക്കുന്നു. ഇതേ മാറ്റം പലരിലും സംഭവിക്കാൻ കാരണം മാധ്യമങ്ങളാണ്. കാരണം ഇന്ന് ജനങ്ങൾ ധ്യാനകേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് എളുപ്പം മാധ്യമങ്ങളിലൂടെയുള്ള വചനപ്രഘോഷണമാണ്. അപ്പോൾ നമ്മൾ മാധ്യമങ്ങളെ സഹായിക്കുന്നു. എന്തിനാണ്? നല്ല നല്ല പ്രഘോഷണങ്ങൾ നടക്കണം. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചോദിക്കാം, ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കണോ അതോ പാവങ്ങളെ സഹായിക്കണോ? അപ്പോൾ നമ്മൾ പറയും, മോട്ടിവേഷൻ ക്ലാസ് എന്തിനാണ് എടുക്കുന്നത്, പാവങ്ങളെ സഹായിച്ചപ്പോൾ ഇത് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കാൻ പാടില്ല. അതായത് എന്താണ്, മോട്ടിവേഷൻ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾ എഞ്ചിനീയർ ആകാൻ സഹായിക്കുന്നു വിചാരിക്കും, ഒരാൾ ഡോക്ടർ ആകാൻ സഹായിക്കുന്നു പൈസ കൊടുത്ത്. ചിലപ്പോൾ മെറിറ്റിൽ ഡോക്ടർ ആകാൻ പറ്റുന്ന ഒരു കുട്ടി നമ്മുടെ ഒരു മോട്ടിവേഷനിലൂടെ മെറിറ്റിൽ ഡോക്ടർ ആകാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മോട്ടിവേഷൻ വെക്കണമെന്ന് പറയുന്നത്. നമ്മൾ പൈസ പോലും കൊടുക്കേണ്ട, അവൻ തന്നെ ഡോക്ടർ ആയിക്കോളും. അപ്പോൾ മോട്ടിവേഷൻ ആവശ്യമുള്ള കാര്യമാണ്, അത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. അതുപോലെ വചനപ്രഘോഷണം എന്ന് പറയുന്നത് അനേകരെ ദൈവിക ശുശ്രൂഷകരാക്കി മാറ്റാൻ, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ ഒക്കെ കൊടുക്കേണ്ട ഇതാണ്. ആ വചനപ്രഘോഷണം ഇനിയും കൂട്ടണം. ആ വചനപ്രഘോഷണത്തിലൂടെ യേശുവിൻ്റെ സ്നേഹം അനേകരിലേക്ക് ഇനിയും എത്തണം എന്നതാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. അതിന് പകരം പലപ്പോഴും അവളെ തടയാൻ ശ്രമിച്ച ആ അരൂപി ഉണ്ടല്ലോ, ആ സെയിം അരൂപി, അത് നടക്കരുത് എന്ന് പറയുന്ന അരൂപിയില്ലേ, ആ അരൂപി പലപ്പോഴും നമ്മളെ കൊണ്ട് ഈ വചനപ്രഘോഷണത്തെ തടയിക്കാൻ ശ്രമിക്കും. അതിലൂടെ എന്താ സംഭവിക്കുക? അനേകർ, നമുക്കറിയാം ചിറമേലച്ചൻ. എന്തിനാണ് ചിറമേലച്ചൻ ഇത്രയും ശുശ്രൂഷകൾ നടത്താൻ കാരണം? അദ്ദേഹം യേശുവിനാൽ പ്രചോദിതനായി എന്നല്ല അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ധാരാളം ആൾക്കാർ, മദർ തെരേസ എങ്ങനെയാണ് പ്രചോദിതയായത്? മദർ തെരേസയെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു, മദർ തെരേസയെ കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചു, മദർ തെരേസയോട് വചനം പ്രസംഗിച്ചതിലൂടെയാണ് അമ്മ തിരിച്ചറിയുന്നത്. എന്താ തിരിച്ചറിയുന്നത്? മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ യേശുവാണ് സഹായിക്കുന്നത്. അതുകൊണ്ട് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി പണം മാറ്റി വയ്ക്കുക എന്നത് ഒരിക്കലും
നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ട ഒരു കാര്യമല്ല. പകരം അതും ചെയ്യണം, ഇതും ചെയ്യണം, രണ്ടും ചെയ്യണം. അങ്ങനെ ദൈവശുശ്രൂഷയ്ക്ക് മാറ്റിവെക്കുന്നവർ രണ്ട് ചെയ്യും. ഇപ്പോൾ ഇവിടെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം കൂടുതൽ ദൈവവചനം പ്രസംഗിച്ച് അനേകർ മറ്റുള്ളവരെ സഹായിക്കുന്നവരായി മാറണം എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്ന് വ്യത്യസ്തമായതെല്ലാം തിന്മയിൽ നിന്ന് വരുന്നു, അതൊരിക്കലും ദൈവത്തിൽ നിന്നല്ല. ആ വിവേചനം നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.